നമുക്കിഷ്ടമുള്ളതൊക്കെയും മറ്റാരെയും നോക്കാതെ മറ്റൊന്നും നോക്കാതെ ചെയ്യാനും ആസ്വദിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. ഒരു റോസാപ്പൂ തോട്ടം മുഴുവൻ നൽകിയാലും ചില ആളുകൾക്ക് അതിലെ മുള്ളു മാത്രമേ കാണാൻ കഴിയൂ. എന്നാൽ ചിലർക്ക് ഒരു ഇല നൽകിയാലും ഒരു തോട്ടം കിട്ടിയതായി തോന്നും. നമ്മുടെ കാഴ്ചപ്പാടാണ് നമ്മുടെ സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും ആധാരം. കോപവും കൊടുങ്കാറ്റും ഒരുപോലെയാണ്. രണ്ടും ശമിച്ചതിനു ശേഷമേ അതുണ്ടാക്കിയ നാശം എത്രയാണെന്ന് തിരിച്ചറിയാനാകൂ. ലോകത്തിലെ ഏറ്റവും മികച്ചതും മനോഹരവുമായ കാര്യങ്ങൾ കാണാനോ സ്പർശിക്കാനോ കഴിയില്ല. അവ ഹൃദയം കൊണ്ട് അനുഭവിക്കുക തന്നെ വേണം. നമ്മുടെ ജീവിതത്തിൽ ശരിയാണെന്ന് തോന്നുന്ന തീരുമാനങ്ങൾക്ക് നാം പ്രാധാന്യം കൊടുക്കുക. മറ്റുള്ളവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിനു വേണ്ടി ആവരുത് നമ്മുടെ ജീവിതം. പരാജയം എന്നത് ജീവിതത്തിന്റെ അവസാനമല്ല, അതൊരു തുടക്കമാണ്. ആത്മവിശ്വാസമുണ്ടെങ്കിൽ പരാജയത്തിന്റെ കയ്പുനീർ കുടിച്ചാലും വിജയത്തിന്റെ മധുരം നുണയാം. സ്വന്തം തെറ്റുകളെ ശരികളാക്കി സ്ഥാപിക്കാൻ ഏതറ്റം വരെയും പോകുന്നവരുണ്ട്. ഒരു പക്ഷേ അവർക്കതിൽ വിജയിക്കാനും കഴിയും. അങ്ങനെ നേടുന്ന ശരികൾക്കും വിജയങ്ങൾക്കും പിന്നിൽ നിഷ്കളങ്കരായ മനുഷ്യരുടെ കണ്ണുനീരുകൾ ഉണ്ടാകും. മഹത്തായ കാര്യങ്ങൾക്ക് വേണ്ടി ചില നല്ല കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ ഭയക്കേണ്ടതില്ല. വിജയകരമായ ഒരു മനുഷ്യനാകുന്നതിനേക്കാൾ ഉപരി മൂല്യമുള്ള മനുഷ്യനാകാൻ ശ്രമിക്കുക. നിങ്ങളുടെ വികാരങ്ങളെ അടക്കി നിർത്താൻ ശീലിക്കുക. നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. കാപട്യവും സ്വാർത്ഥതയും ഒഴിവാക്കുക. പെട്ടെന്ന് പ്രകോപിതരാകുന്ന ശീലം അവസാനിപ്പിക്കുക. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സാഹചര്യം മാറ്റാൻ കഴിയൂ. ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത്. നമ്മളെ അസ്വസ്ഥരാക്കുന്ന ചിന്തകളെ ഒഴിവാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ ആത്മവിശ്വാസത്തെയും നമ്മളെന്ന വ്യക്തിയും തന്നെ ഇല്ലാതാക്കിയേക്കാം. നമ്മുടെ ഭാവി തീരുമാനം എല്ലാവരോടുമായി വെളിപ്പെടുത്താതിരിക്കുക. തീരുമാനം ലക്ഷ്യത്തിനെത്തിയതിനു ശേഷം മാത്രം മറ്റുള്ളവരോട് പറയുക. ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ ആത്മബലത്തിന്റെ ആവശ്യമില്ല. എന്നാൽ ദേഷ്യം വരുമ്പോൾ നിശബ്ദരായിരിക്കുവാൻ ആത്മബലമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നിരന്തര പരിശീലനമാണ് എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം. ഓരോ പ്രവൃത്തിയും നാളെ എന്നൊന്നില്ലാത്ത പോലെ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കാണുമ്പോൾ അവളോട് മാന്യമായും മനോഹരമായും ഇഷ്ടത്തോടെ പെരുമാറിയാൽ അയാൾ അവളെ ഉറപ്പായും മോഹിക്കുന്നുണ്ട്. സ്നേഹമാണ് എല്ലാവർക്കും വേണ്ടത്. അതിനുവേണ്ടിയാണ് എല്ലാവരും നെട്ടോട്ടമോടുന്നത്. അത് തന്നെയാണ് ഏതൊരു ബന്ധത്തിന്റെയും അടിസ്ഥാനവും. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.